സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ ഗവർണർക്ക് അവകാശമുണ്ടോ? സംസ്ഥാന ഭരണത്തിൽ ഗവർണറാണോ അധികാരി? സർവകലാശാല ചാൻസലർ എന്ന സ്ഥാനം സംസ്ഥാനത്തിനുമേൽ അധികാരം ഉപയോഗിക്കാനുള്ള പദവിയാണോ? നമസ്കാരം. The governor under the constitution has no functions which he can discharge by himself, no functions at all. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഗവർണറുടെ പദവിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിവ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ 88-ൽ നിയോഗിക്കപ്പെട്ട സർക്കാർ കമ്മീഷൻ ഗവർണർ പദവിയെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. The governor should be eminent in some walk of life and from outside the state. He should be a detached figure without intense political links or should not have taken part in politics in recent past. Besides, he should not be a member of the ruling party. ഭരണകക്ഷി പാർട്ടിയിൽ അംഗമല്ലാത്ത, സജീവകാലത്തൊന്നും രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്ത ഒരു വ്യക്തിയാകണം ഗവർണറായി നിയമിക്കേണ്ടത് എന്നായിരുന്നു കമ്മീഷൻ റിപ്പോർട്ട്. ബൊമ്മെ കേസിൽ സുപ്രീം കോടതി കൃത്യമായി ഒരു കാര്യം പറഞ്ഞു. ഗവർണർ പദവി എന്നത് ഒരു നോമിനേറ്റഡ് പോസ്റ്റ് മാത്രമാണ്. 2016-ലെ നബാം റബിയ ജഡ്ജ്മെന്റ് പ്രകാരം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 163 ഗവർണർക്ക് വിശേഷാധികാരം നൽകുന്നില്ലെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ നിർദ്ദേശത്തിനനുസരിച്ചാകണം ഗവർണർ പ്രവർത്തിക്കേണ്ടത്. ഗവർണർക്ക് ഏകപക്ഷീയമായി ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയുകയില്ല. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തലവൻ മുഖ്യമന്ത്രിയാണ്. വകുപ്പുകളുടെ തലവന്മാരായി മന്ത്രിമാരെയും നിശ്ചയിച്ചിട്ടുണ്ട്. ജനങ്ങൾ തെരഞ്ഞെടുത്ത് അധികാരത്തിലെത്തുന്നവരാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം. ദൈനംദിന ഭരണം നിർവഹിക്കേണ്ടത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടുന്ന എക്സിക്യൂട്ടീവാണ്. എക്സിക്യൂട്ടീവിന്റെ ദൈനംദിന ഭരണത്തിൽ ഇടപെടാൻ ഒരധികാരവും ഗവർണർക്ക് ഭരണഘടന നൽകുന്നില്ല. എന്നാൽ നിലവിൽ കേരളത്തിൽ അതല്ല സ്ഥിതി. ദൈനംദിന ഭരണകാര്യങ്ങളിൽ സജീവമായി ഗവർണർ ഇടപെടുകയാണ്. മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും അറിയാതെ സംസ്ഥാന പോലീസ് മേധാവിയെ കഴിഞ്ഞ ദിവസം നേരിട്ട് വിളിച്ചു വരുത്തി ഗവർണർ കർശനമായ ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. നിർദ്ദേശങ്ങൾ നൽകുക മാത്രമല്ല, ഗവർണറുടെ നിർദ്ദേശത്തിനനുസരിച്ച് DGP അക്കാര്യത്തിൽ നടപടികളും സ്വീകരിച്ചിരിക്കുന്നു. കാലടി സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ടാണ് കേട്ടുകേൾവിയില്ലാത്ത ഈ നടപടികൾ. ഇത് ഭരണത്തിലുള്ള ഗവർണറുടെ നഗ്നമായ ഇടപെടലാണെന്ന് പ്രതിപക്ഷ നേതാവടക്കം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. ഗവർണറായി നിയമിക്കുമ്പോൾ ലഭിക്കുന്ന അധികാരമല്ല സർവകലാശാല ചാൻസലറുടെ അധികാരമെന്നത്. അത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരധികാരവുമല്ല. മറിച്ച് സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർമാർ സർവകലാശാല ചാൻസലർമാരായി നിയമിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് 2011-ൽ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുജറാത്ത് യൂണിവേഴ്സിറ്റി ലോ അമെൻഡ്മെന്റ് ബിൽ അവതരിപ്പിച്ച് പാസാക്കിയത്. സർവകലാശാല വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഗവർണറുടെ അധികാരം എടുത്തു കളയുന്നതായിരുന്നു ആ ബില്ല്. അതായത് ചാൻസലർ എന്നത് സംസ്ഥാന നിയമസഭയുടെ ബില്ലിന് മുകളിലല്ല എന്ന് മോദി തന്നെ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ സ്ഥിതി കാര്യങ്ങൾ വ്യത്യസ്തമാണ്. സംസ്ഥാനത്തെ സർവകലാശാലകൾ പിടിമുറുക്കുന്നതിന് വേണ്ടി RSS കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 സർവകലാശാല VC-മാരുടെ നിയമനം അക്കാര്യം ശരിവെക്കുകയും ചെയ്യുന്നു. അതിനിടയിലാണ് സർവകലാശാലകളുടെ പേര് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഭരണത്തിൽ തന്നെ ഗവർണർ ഇടപെട്ടിരിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അതിൻ്റെ ചില ലാഞ്ചനകൾ കാണുകയും ചെയ്തിരുന്നു. യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ ലോക്ഭവനിൽ വിളിച്ച് യോഗം ചേർന്നതായിരുന്നു ഗവർണറുടെ ആദ്യത്തെ നടപടി. അന്ന് മുഖ്യമന്ത്രി എതിർപ്പൊന്നും രേഖപ്പെടുത്തിയില്ല. മറിച്ച് ചീഫ് സെക്രട്ടറിയെ കൊണ്ട് ഒരു കത്തെഴുതിക്കുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ DGPയെ വിളിച്ചു വരുത്തിക്കൊണ്ട് കർശനമായ നിർദ്ദേശങ്ങൾ ഗവർണർ നൽകുകയും ചെയ്യുന്നു. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ഗവർണർ ദൈനംദിനമായി ഇടപെടുന്നു എന്നത് ഗൗരവമേറിയ കാര്യം തന്നെയാണ്. ജനായത്ത ഭരണത്തിൽ നിന്ന് ഗവർണർ രാജിലേക്ക് സംസ്ഥാനം നീങ്ങുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല.